പോരുന്നോ കൂടെ? കുണക്കെൻ്റെ കൈ ശരിക്കേ കുണക്കുണ്ടെന്നിട്ട് കിടന്നത് രാത്രി. ഞാനുണ്ട് നേരത്തെ എനിക്കപ്പോൾ ഇന്നാളെ ഞാൻ നേരത്തെ എണിച്ചില്ലേ? ഉണ്ടാ ഉണക്ക പുട്ട് കഴിക്കണ്ട? ഉണ്ടാ പുട്ട് കഴിക്കണ്ട? പോരുന്നോ ഞങ്ങളുടെ പുട്ട് കഴിക്കുക? ചാവടിക്കോ? ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും കൊടുക്കുന്നുണ്ടായിരുന്നു എണിച്ചു. ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ 5 മണിക്ക് 5:30 എനിക്കിത് കുറവാന്നല്ല, അപൂർവങ്ങളിൽ ഒരു ദിവസം ഒന്നോ 2 ദിവസം നടക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു 5 മണിയാകുമ്പോൾ നമുക്ക് എഴുതിയിട്ട് സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ കുണുക്കത് കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കുണുക്ക് 2 മണി വരെ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കുണുക്കത് കേട്ടപ്പോൾ ഞാനുണ്ട് കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ മോയെ എനിക്കില്ല, നേരത്തെ ആണോ? ഞാൻ നേരത്തെ എനിക്കൊക്കെ ചെയ്യുന്നു പറഞ്ഞവർ അവ എനിച്ചോട്ടാ. അപ്പോൾ കുണിക്കും കുഞ്ഞുങ്ങളൊന്നും ഇറങ്ങാൻ എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കുണിക്കുക എനിക്കിപ്പോൾ. ഓഫ് ചെയ്ത ഓർഡർ എടുത്തോ? ഏതിലൊന്ന്. അങ്ങനെ ഞങ്ങൾ എണിച്ചിട്ട് ഞങ്ങൾ പോണ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോയാലും കേട്ടോ. കമോ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. നേരെ വെളുത്ത് വരുന്നുള്ളൂ. പോയോക്കല്ലേ കേട്ടോ. ഞാനിവിടെ അടുത്ത് തരട്ടെ. സ്ലിപ്പറൊക്കെ ഇട്ടാൽ മതി. അച്ചാണ്ടി കണ്ടെടുക്കട്ടെ, നമുക്ക് എടുത്തിട്ട് വെക്കാം. കറണ്ട് പോയിക്കല്ലായിരുന്നു. എന്താ ചുമ? വേണോ? വളരെ കണ്ണ് കുണിക്കില്ലേ? 2 മണിക്ക് കഴിഞ്ഞുണ്ട്. ഒങ്ങല്ലേ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. നല്ല ഉണക്ക എങ്ങടാ ഉണക്ക പോണ്? പുട്ട് കഴിക്കാനാ? ഓർമ്മയുണ്ട്. അതായത് ഞങ്ങളവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്. അത്ര ഞങ്ങൾ ഇപ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയണം കേട്ടോ. ചായക്കട അറിയാം. ഞങ്ങളവിടെ നിന്ന് ചായയും പരിപ്പടിയും കഴിക്കാറ്. കുതിരയിലൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ വരുമ്പോൾ അല്ലേ, പുലർച്ചെ വരുമ്പോൾ രാത്രിയിൽ പുലർച്ചെ 4 മണിക്കൊക്കെ വരുമ്പോൾ അവിടെ തുറന്നു ഒരു ചെറിയ പണ്ടത്തെ ചായക്കട കേട്ടോ. അപ്പോൾ അവിടെ നല്ല ദോശയും പുട്ടും കടലൊക്കെ കിട്ടുന്ന പറയണത്. ഞങ്ങളത് തേടിയിട്ടാണ് പോണത്. നോക്കി നോക്കാം, പണ്ടത്തെ കാലഘട്ടത്തിലെ ടേസ്റ്റാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് തേടിയിട്ടാണ് ഞങ്ങൾ പുലർച്ചെ നേരത്തെ പോണത്. പോയി നോക്കാം, കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. നോക്കി നോക്കാം. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. ഈ നേരത്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ അത്ര നമ്മൾ പോകുമ്പോഴേക്കും കഴിയാറുണ്ട് അല്ലേ, നേരത്തോടുകൂടി കഴിയുന്നതാണ് അവിടെ പറഞ്ഞ് കേട്ടത്. നമുക്ക് അവിടെ അതുള്ളത് അറിയില്ലായിരുന്നു. ഇതുപോലെ നമ്മൾ വാസേൻ്റെ ആണല്ലേ, ചന്ദ്രേട്ടൻ്റെ വാസൻ്റെ ചന്ദ്രേട്ടൻ്റെ കട. ഞങ്ങളുടെ ഒരു കടയുണ്ട്, അവിടേക്ക് ഞങ്ങൾ കുറേ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞായറാഴ്ച ദിവസം മാത്രം ഞായറാഴ്ച മാത്രം ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറി അല്ലേ സ്പെഷ്യല്. ബാക്കി എല്ലാ ദിവസവും ദോശയും ചമ്മന്തി അത്ര. ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അവിടെ ഒരു പുലർച്ചെ ഒന്നല്ല പോയത്. 6-7 മണി നമുക്ക് പോകണമല്ലേ?
8 മണി കഴിഞ്ഞല്ലേ? എന്നാലും കിട്ടി, നമുക്ക് കിട്ടുമല്ലോ വെച്ചിട്ട് പോയത്. ചേട്ടൻ്റെ വീഡിയോ ആരോ ഒരാൾ ഇൻസ്റ്റയിൽ ഇട്ടാണ് ഞങ്ങളും കണ്ടെത്തിയത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ആൾക്കാർ കണ്ടെത്തി വരണ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ ഇവിടേക്ക് പോകണം. പണ്ടത്തെ വിറകടുപ്പിൽ വെക്കുന്ന ചിക്കൻ കറിയും എന്ന് വെച്ചാൽ എന്തിട്ടാണ്, കുമ്പളങ്ങയാണോ? അല്ല, ഉരുളക്കിഴങ്ങ് കിട്ടുന്നുണ്ട് അല്ലേ? ഉരുളക്കിഴങ്ങ് ഇട്ട് ചിക്കൻ കറി, പണ്ടത്തെ നമ്മൾ അടുപ്പിലൊക്കെ വെച്ചാൽ സ്മെല്ലുള്ള അടുപ്പിൽ ചുട്ടെടുക്കണ പത്തിരി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ടേസ്റ്റ് ഇതായിട്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ അമ്മമാർ വെച്ച് തന്നെ ഒരു ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് പോവാം. അപ്പോൾ ഓക്കെ ആവും. ഇപ്പം ഇവിടുത്തെ എന്താണെന്ന് നോക്കിയിട്ട് അവിടെ ഓരോ ആൾക്കാർ നടക്കാറുണ്ട് കേട്ടോ. ഇതാരോ വേറെ നമ്മൾ ഫ്ലാഷ് ഇട്ട് വീഡിയോ എടുക്കണം കേട്ടോ. നേരം വെളുത്തിട്ടില്ല, വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. എൻ്റെ ചെക്ക് 2 മണിക്ക് പറഞ്ഞിട്ട് രാവിലെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എണിച്ച് വന്നു. കുണിക്കിനെ ഒന്നുകൂടെ വിളിച്ചാൽ കുണിക്ക് ചാടി ഒക്കെ തീരിക്കും. അത് ഞാൻ വിളിക്കാണ്ടാണ്. ഒന്നുകൂടെ അമർത്തി വിളിച്ചാൽ കുഞ്ഞിനെ എനിക്കും. കുഞ്ഞ് എന്നെ വിളിച്ചോളോ, ഞാനും ഉണ്ടെന്ന് കണ്ടിട്ട് കുഞ്ഞിനെ കിടന്നത്. ഇതിൽ കുറച്ച് നേരം പഠിച്ചിട്ട് കിടന്നുമ്പോൾ 2 മണിക്ക് കഴിഞ്ഞിട്ട് എക്സാം ആറായില്ല. അപ്പം ഇപ്പം ഭയങ്കര തിരക്കാണ്. ആശാരിമാരുടെ അന്തി പണി തിരക്ക് കൂടുതലാണ്, തട്ടിലെ മുട്ടിലൊക്കെ. അപ്പം നമ്മുടെ കടയ്ക്ക് എത്തിയിട്ടാ. തിരക്കൊന്നുമില്ല, ആരും ഉണ്ടല്ലേ. നേരത്തെ ആകുമ്പോഴേക്ക് തിരക്കുണ്ട്. നടക്കണവർ തോന്നണു. ഈ സൈഡിൽ നിർത്തിയാൽ തിരിച്ചെത്തിയായിരുന്നു അവിടെ വന്നിട്ട്. അപ്പം ആരും കാണണ്ടേ ഞങ്ങൾക്ക്. ഞങ്ങൾ വന്നത് വെറുതെ പുട്ടും കടലും കഴിഞ്ഞു. ലാസ്റ്റ് അച്ചച്ച കഴിക്കേണ്ടത് സമയം 5:05 പുട്ടും കടലൊക്കെ കഴിഞ്ഞു. അത്രയും ഫേമസാണ് തോന്നുന്നു. അല്ലാണ്ട് നേരം എടുത്തുമ്പോൾ ഇത്രയും പെട്ടെന്ന് പുട്ടും കടലൊക്കെ തീരും. എനിക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ആൾക്കാർ പറഞ്ഞിട്ട് ആദ്യമായിട്ട് കേട്ടിട്ട് വരുന്നത് തന്നെ. നമ്മൾ തൊട്ടടുത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ ഈ കടയിലേക്ക്. പക്ഷേ അത് ആദ്യമായിട്ടൊക്കെ കേൾക്കണം എത്രയും പെട്ടെന്ന് കഴിയുന്നു. അപ്പം എന്നിട്ട് എന്താ വേണ്ടത്, ഞാൻ പുട്ടും കടലയുടെ ആളാണ്. അത് തേടിയിട്ടാണ് വന്നത്. ഞാൻ ദോശ അയച്ചിട്ട് പോയിട്ട് ദോശ മേടിക്കാൻ പോയിട്ട് എന്നിട്ട് വന്നത് എന്തായാലും കിട്ടിയില്ല, നിരാശയായി. പുട്ടും കടലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ പൊന്നിന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. പൊന്നിന് പുട്ടും കടല അത്ര ഇഷ്ടമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കാൻ കുറവാണ്. അപ്പോൾ എന്തായാലും അവളന്ന് കഴിക്കാന്ന് വെച്ച് വന്നു നോക്കിയത്. അപ്പോൾ പോയി നാളെ ഇങ്ങനെ വന്ന് നോക്കിയൊക്കെ കിട്ടുമോ നോക്കിയൊക്കെ. എങ്ങനെയുണ്ട് സൂപ്പറാ? അതെ ശരിക്കും വെച്ചിട്ട് പറയട്ടെ. കറക്റ്റ് പണ്ടത്തെ ടേസ്റ്റ് ആവൂല. അന്നേരം പുട്ടൊക്കെ എത്ര നേരത്തെ ആൾക്കാർ കഴിച്ചിട്ട് പോവും? വേറൊരു ടേസ്റ്റ് അല്ലേ? അവിടെ പുട്ട് വേണ്ട, നടന്നു വേണ്ട. അപ്പൊ ഇവിടെ പുട്ട് കഴിക്കും. ഇപ്പൊ ഇവരെത്ര മണിക്ക് കഴിക്കുന്നുണ്ടാവും? ഇപ്പൊ കാണുക 3 മണിക്ക് കഴിച്ചിട്ട് തരാൻ കഴിയില്ലല്ലോ. ഇത് കഴിഞ്ഞ ഒരു കട അടയ്ക്കും. ഒരു എത്ര മണി, ഒരു 7-8 മണി വരെ ഉള്ളതെന്നോ. അത് നമുക്ക് ഒരു കട അടയ്ക്കും കേട്ടോ. പരിപ്പടിയില്ലടെ വേണണ്ടല്ലേ അച്ഛ മേടിച്ചോണ്ടോ ഇങ്ങനെയാണോ?
നോക്കാ ദോശ കഴിക്കണേ ഒരു സെറ്റ് കൊണ്ട് മേടിച്ചാൽ കേട്ടോ ഇതോടെ ആൾ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നോക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ശരവണ ഭവനിലെ ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നെ ദോശയും ചമ്മന്തി ചട്നി അങ്ങനെ പണ്ട് ചായക്കടയിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്കുന്ന ടേസ്റ്റ് ഇല്ല. പണ്ടത്തെ ഓർമ്മയിലേക്ക് നമ്മളെത്തും. നോക്കാം ഒന്നെടുത്തോ കഴിക്കണ്ട് വെള്ളമാണോ ഒന്നാണെങ്കിൽ നോക്കാം ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് വയറിന് കേടുണ്ടാവില്ല സമാധാനിച്ചിരിക്കാം. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അച്ചാച്ചൻ്റെ കട ഉണ്ട് കേട്ടോ. കുറച്ച് നേരം വണ്ടിയിൽ കിടന്ന് ഇറങ്ങിയിട്ടാണ് നേരെ അങ്ങോട്ട് ഉണ്ടായത്. അവിടെ പോയാലത് നല്ല എല്ലാ ദിവസവും അവിടെ മെയിനായിട്ട് ഉണ്ടാവും. മിക്ക ദിവസം ഉണ്ടാവണത് ദോശ ഉണ്ടാവും, ഇഡ്ഡലി ഉണ്ടാവും. മതിയാ രണ്ടു കൂടി തിന്നിടാം. നിനക്കല്ല മേടിച്ച് വാ ഉണ്ടാവും. അത്രയും തിന്നുണ്ടെന്ന് എനിക്കറിയാം. അച്ചാച്ചൻ്റെ കടയിലുണ്ടാവുക പുട്ടുണ്ടാവും, പിന്നെ ഉഴുന്നുവട ഉണ്ടാവും, ഇഡ്ഡലി ഉണ്ടാവും, ദോശ ഉണ്ടാവും, പൂരി ഉണ്ടാവും. അതിന് കറികളായിട്ട് വേറെ ഒന്നുമില്ല, സാമ്പാറും ചട്നി മാത്രം. പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് 250 രൂപ ബില്ല് വരിക. ഇങ്ങനെ 7 ആട് വയറിന്ന് അറിയും ഫുഡ് കഴിച്ചു ചായ കുടിച്ച കൊടുക്കണ്ടെന്ന് 4 പൈപ്പ് ക്ലാസ് വരും. 250 രൂപ ബില്ല് വരിക. ഞാൻ ആ കട വിളിച്ച് കാണിച്ചിട്ട് അതേപോലെ ഒരു പ്രാവശ്യം അവിടെ ഉച്ചത്തെ ഊണുണ്ട്. 50 ആൾക്കുള്ള ഊണുള്ളൂ. ഒരു വീടിൻ്റെ മുറ്റത്താണ്. പക്ഷെ എന്താ വെച്ചാൽ അവിടെ എത്ര ഫുഡ് കഴിച്ചാൽ നമുക്ക് വയറിന് യാത്ര ചെയ്യുമ്പോൾ ഒന്നും വയറിന് കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റേ കടന്നിൽ കഴിക്കുമ്പോൾ മസാലയുടെ കുറേ ഇതോ കാര്യങ്ങളൊന്നുമില്ല. എന്നാ വെച്ചാൽ നമ്മുടെ വീട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ്. അവിടുത്തെ ഒരു അമ്മയും മരുമക്കളാണ് കേട്ടോ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ കന്യാൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ എനിക്ക് തോന്നുന്നത് കഴിക്കുമ്പോൾ നല്ല മുതിരപ്പേരും സാമ്പാറും ഒരു കൂട്ടുകാരും ഒരു അച്ചാറും ഉണ്ടാവും. പിന്നെ അന്ന് എന്താ മീൻ കിട്ടി വെച്ചാൽ ആ മീൻകറി ഒരു മീൻ വറുത്ത് ഇത്രയുള്ള സ്പെഷ്യലുകൾ വേറെ ഒന്നുമില്ല. ഓംപ്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നു തോന്നുന്നു അല്ലേ? ഇങ്ങനത്തെ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ചായ കുടിച്ചാലാണ് ചായ കുടിച്ചു തോന്നുന്നത്. നല്ല സ്ട്രോങ് നല്ല ചായ. എനിക്ക് ചായ കുടിക്കാൻ പറ്റാണ്ടിരിക്കുന്നത് ഗ്ലാസ് മൊബൈല് അപ്പോട്ടെ അങ്ങനെ പോന്നു. രാവിലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഏത് മൂത്താരുടെ അടുത്ത്? ഈ അമ്പലത്തിൻ്റെ അവിടെ ഉള്ളത് അല്ലേ? ഇത് കുറേ ആൾക്കാരുണ്ട് അല്ലേ? എന്നാലും നമ്മൾ അന്ന് ഉദ്ദേശിച്ച സാധനം കിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പതിനെട്ട് പറഞ്ഞാൽ ഈ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ച് തന്നെ പണ്ടത്തെ കളർന്ന് പറഞ്ഞിട്ട് നല്ല കട്ടുപ്പത്തിലുള്ള നല്ല ചായ കേട്ടോ. അവരെപ്പം എനിക്കെന്നാ ദോശ മാത്രമല്ലോ.
പരിപ്പടി ഒന്നും പറ്റില്ലല്ലോ. കൊടുക്കാൻ വെള്ളം കൊടുത്തട അപ്പക്ക് വെള്ളം ഒന്നിരിക്കാൻ വെള്ളം കുപ്പിയടാ. ഒന്നിരിക്കാൻ വെള്ളം കുപ്പിയോ ഇഡ്ഡലി വേണ്ടല്ലോ അവർക്ക്. ദോശ ഇഡ്ഡലി വേണം വേണ്ട എണ്ണക്കടി വേണമെങ്കിൽ 6 ദോശ പിടിച്ചോ. ചെറുപ്പം കഴിക്കണോ അവരെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കനം കുറഞ്ഞ ദോശ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുമ്പോഴേക്കും നേരെ വെളുത്തോട്ട് നല്ലൊരു അതിശയം നോക്കി. ഇത്രയും നേരത്തെ ആരനായിട്ട് പിട്ടുകളിലൊക്കെ തിന്നെ വരുന്നത്. നമ്മള് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മള് നേരത്തെ വന്നാട്ടാ. ദോശയും കഴിയാനായി. ദോശ ഒരു 10-12 ദോശയും കൂടെ ഉള്ളൂ. ആ കട എന്ന് പറഞ്ഞാൽ 3:30 ആകുമ്പോ തുറക്കും. 3:30 തുറക്കൂലേ? കാര്യം എന്നാലും ഞങ്ങൾ ഇങ്ങനെ കട ഉണ്ട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് നേരത്തെ പോകേണ്ടി വരും. 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ പുട്ടും കടലൊക്കെ തീരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പുലർച്ചെ 4 മണിക്ക് ആരും ഈ പുട്ടും കടല നിന്നെ വരുന്നെന്ന് കട കാണാറില്ല. പുലർച്ചെ 4 മണിക്ക് ആരും പുട്ടും കടല തിന്നെ വരുന്നത് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോട് മെനക്കെട്ട് ഏരിച്ചു വന്നതാട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വരുന്നതൊക്കെ നമ്മള് ചായയും പരിപ്പടി കഴിച്ചിരുന്നു. പക്ഷെ അന്ന് പുട്ടും കടലുണ്ടെന്ന് അറിയില്ലായിരുന്നു അല്ലേ? അത് ശരിക്കും നമ്മൾ ആ നേരത്തെ കറക്റ്റ് കുതിരേനെ എടുത്തിട്ട് വരുമ്പോ ഏകദേശം ആ നേരം ആയിണ്ടായിരുന്നു. അല്ല ആ നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിക്കല്ലേ കുതിരേനെ എടുത്തത്. 6 മണി അതിൻ്റെ എത്തുമ്പോ ഇവിടുത്തെ ചായക്കടയിലേക്ക് നേരം ആകുമ്പോഴേക്കും നിറച്ച ആൾക്കാരുണ്ട്. അപ്പേട്ടത് അവിടെ നിൽക്കണു. അത് ഈ ചായക്കടയിൽ ചായ കുടിച്ച് ശീലിച്ചവരുണ്ടല്ലോ, അവരത് മരുന്ന് കഴിക്കണ മാതിരി ഗുളിക കഴിക്കണ മാതിരിയാ. ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കണ മാതിരി. അത് നേരത്തെ വരും. അവർക്ക് കറക്റ്റ് ടൈമിലെ ചായ പോകണം. ശീലിച്ചിട്ടെങ്കിൽ അത് 5 മണിക്ക് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് തന്നെ അത് കിട്ടണം. അങ്ങനെയുള്ളതന്നെ. നമുക്ക് പിന്നെ അങ്ങനെ ശീലങ്ങളും കാരണമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ മെനക്കെട്ട് കുത്തിയേൽപ്പിച്ചിരിക്കാൻ വന്നതാട്ടാ. ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏൽപ്പിച്ചതാണ് ചേട്ടനെ നിന്നെ. അത് വേറെ കാര്യം. ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് പുട്ടും കടലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു പോയി കഴിച്ചാൽ പുട്ടും കടലിൽ എന്ന് പറയുമ്പോൾ എന്ത് ഭയങ്കര വീക്ക്നെസ്സാണ് അതിനോട്. അതിനൊരു പ്രത്യേക ഒരു ഇഷ്ടമാട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടി നമ്മുടെ ചായ കുടി കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മൾ റെഡി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കിടക്കട്ടെ. ഇത് പിന്നെ അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് രാവിലെ തൊട്ടാണ് വീഡിയോ എടുത്തപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ്. 2 ദിവസത്തെ വീഡിയോ കൊണ്ടാണ് ഇടുന്നത്. എന്താ പരിപാടി? ഫുഡ് എന്താ ഉണ്ടാക്കുക? അതപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഉണ്ടാക്കുക. എല്ലാം തീർന്നിരിക്കുകയാണ്. ഞെപ്പ് മേടിച്ചിട്ട് എന്തുണ്ടാക്കുന്നല്ല കൺഫ്യൂഷനില്ല. ചെറുപ്പഴം കഴിക്കാം. നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിന് കുഴച്ച് വയ്ക്കാം അല്ലേ ചേട്ടാ? ഉണ്ണിയപ്പത്തിന് കുഴച്ച് വയ്ക്കാം അല്ലേ? അപ്പം എന്താ പരിപാടി? അടുത്ത പരിപാടി ആദ്യം ഞാൻ ഗുളി കഴിക്കട്ടെ. ഗുളി ആദ്യം കഴിക്കാം. സത്യമായിരിക്കും. അരി പുട്ടുപൊടി കഴിഞ്ഞു, അരിപ്പൊടി കഴിഞ്ഞെല്ലാം കഴിഞ്ഞിരിക്കും. എല്ലാം മേടിച്ചിട്ട് വേണം. അപ്പൊ തൽക്കാലം ഇപ്പം എന്ത് ചെയ്യും? പിള്ളേർക്ക് കണ്ടോളൂ. ചേട്ടനനുസരിച്ച് പിന്നെ അധികം ഒന്നും ഞാൻ ഉണ്ടാക്കിക്കണ്ട. ആരും കഴിക്കുന്നേ കഞ്ഞി കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ചോളൂല്ലോ. നെല്ലുത്തരിയുടെ നെല്ലുത്തരി ഉണ്ടാക്കിയത് അപ്പോൾ കഞ്ഞി വെച്ചാൽ കഞ്ഞി കുടിച്ചോളൂല്ലോ. അല്ലാണ്ട് അവർക്കും എല്ലാവരും ഇഷ്ടമില്ല. പിന്നെ കുറെ നനച്ച് വെച്ചിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കാര്യമല്ലോ. ഞാൻ അപ്പോഴും കുറച്ച് ഉണ്ണിയപ്പത്തിൽ കുഴച്ചേക്കട്ടെ കേട്ടാ. ഇനി എന്താ മേടിക്കുക? കറിക്ക് എന്താ ഉണ്ടാക്കുക? കറി എന്താ മേടിക്കുക? ഇന്നലെ തന്നെയല്ലേ? ഇന്നലെ ചക്കക്കൂരു മാങ്ങയല്ല. അപ്പൊ ഇന്ന് മാങ്ങി ചക്കക്കൂരു ഒരു ദിവസം കഴിച്ചു. അത്രയൊക്കെ കഴിക്കല്ലോ. ഓരോന്നും കഴിക്കില്ല.
ചക്ക കിട്ടിയില്ല ചക്ക കിട്ടിയില്ല മേടിച്ചത് മുഴുവൻ കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചു. ഒരു ചോള പോലും കളയാണ്ട് കഴിച്ചിട്ടുണ്ട്. കുരു കഴിക്കണ്ട, അതിന് കുറ്റം വേണ്ട. കുരു കഴിക്കാം, കുരു വേറെ ഉപ്പേരൊക്കെ വെച്ച് കഴിക്കാലോ. ഇതന്നെ വേണമെന്നില്ലല്ലോ. ഇന്നലെ ചക്ക കുരു വാങ്ങി വെച്ചല്ലോ, വേറെ എന്തെങ്കിലും വെക്കാം. മീൻകറി ഇഷ്ടമില്ല, മീൻ വറുത്താൽ മതി. കുളുക്കലൊക്കെ വറുത്തന്നെ വെച്ച് അല്ലാത്തൊരു നമുക്ക് ഉണ്ണിയപ്പത്തിന് കുഴച്ചില്ല. ആദ്യം നമുക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും ആയിട്ട് കുഴച്ചോണ്ട് പായില്ലല്ലോ, കുഴച്ചോണ്ട് വിഷമാറില്ല. നാളികേരം ചേർക്കാല്ലേ. ആ ഉരുക്കിയത് പറ്റില്ല അല്ലേ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കേട്ടോ. ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ട് രണ്ടേക്കാൾ കപ്പെടുത്തോളം വറുത്ത റവ എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പെടുത്തോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ആവശ്യം. എൻ്റെ അരിപ്പൊടി ഇല്ലാത്ത കാരണം നമ്മൾ അവലുണ്ടല്ലോ, അവൽ 1.5 കപ്പെടുത്തോളം ഞാൻ കുതിർത്തി വെച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റോളം കുതിർത്തി വെച്ചിട്ട് അത് അരച്ചെടുക്കുക ചെയ്തിട്ടാ. അങ്ങനെ അവൽ ഞാനൊരു 1.5 കപ്പ് എടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കുതിരാൻ വെച്ചു കേട്ടോ. കണ്ട ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നന്നായി കുതിരെന്ന് വെച്ചാൽ നല്ല കനം കുറഞ്ഞ അവലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തു, മിക്സിയിൽ നന്നായി അരച്ചെടുത്തു. അതേ ജാറിൽ തന്നെ നമുക്ക് ചെറുപ്പഴം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ചെറുപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം ചെറുപ്പഴത്തിനൊപ്പം ഒരു 10 ഏലക്കായും കൂടി ഇട്ടിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടും. പക്ഷേ പ്രീതി മിക്സി കംപ്ലൈൻ്റ് ആണ്, പഴം പോലും അരയണില്ല. അങ്ങനെ കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ടും അരയാണ് കണ്ട. ഞാൻ ഇന്ന് പറക്കി എടുക്കുകയാണ് പഴം അരയാത്തതൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പത്തേക്ക് പഴം കടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. ശരിക്കും അരച്ച് നന്നായി യോജിക്കണം. അതിൽ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായി മാറും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഴം നന്നായി അരഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ 2-3 ട്രിപ്പായിട്ട് കുറേശ്ശെ പഴം എടുത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ മൈദ, റവ, അവൽ നനച്ചത് അവരിൽ കുതിർത്തി അരച്ചതാണ് കേട്ടോ. പിന്നെ പഴവും ഏലക്കായും കൂടി ഒരുമിച്ച് അരച്ചെടുത്ത മിശ്രിതം ഇതും കൂടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം ഈ റവ കുതിരണം. ഒരു 1.5-2 മണിക്കൂർ നമ്മളിത് കുതിർത്തി റവ ഒന്ന് കുതിർന്നതിന് ശേഷം ശർക്കര പാനി ഒഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറുന്ന നേരം കൊണ്ട് നമ്മുടെ റവയും കുതിർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിത് നന്നായി ഒന്ന് കുഴച്ച് വെക്കണം. അത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കൂടിയിട്ട് പുട്ട് കഴിക്കാൻ എന്നിട്ട് ഞാൻ രാവിലേക്ക് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ടാണ്. വേറെ ആരും എണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഞങ്ങൾ നേരത്തോട് അപ്പോൾ ഞങ്ങൾക്ക് മരുന്നൊക്കെ കഴിക്കാനാണ് ഞാൻ തന്നെ ചായ കുടിക്കുക കേട്ടോ. ഗോതമ്പ് പുട്ടും ചായയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാൻ 2 അത് കൂടി കഴിച്ചു. കുഞ്ഞിന് ഗോതമ്പ് പുട്ട് ഇഷ്ടം കേട്ടോ. കുഞ്ഞും കഴിച്ചു. പിന്നെ കുളിക്കൊന്നും കഴിച്ചേനില്ല. അവർ രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞു. ഒരാൾ ഫിഷ് ടാങ്ക് ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 ചേരാൻ വന്നിട്ടുണ്ട്. എന്തായി ഫിഷ് ടാങ്ക്? ഭയങ്കര കലാപരിപാടിയാണ്. അതെ, കല്ലുത്തിനോണ്ടിട്ട് പുറത്ത് കളത്തുന്ന കല്ലുത്തിനോണ്ട് ഫിഷ് ടാങ്കിനോണ്ട്. കല്ലുത്തിക്കും വേണ്ട ചില്ലു കൊട്ടാരം, അല്ലെങ്കിൽ അവർക്ക് വിഷമമില്ല. അപ്പം ഇന്ന് പ്രത്യേകിച്ച് മീനോ ഒന്നും കിട്ടിയില്ല കേട്ടോ. കറിയൊക്കെ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്കന്മാരി മാങ്ങക്കറി വെക്കാന്ന് ചോദിച്ചു. ചെറുപയർ ഉപ്പേരി വെക്കാൻ വെച്ചു.
അങ്ങനെ നമ്മളിത് മാങ്ങാക്കറി ഇട്ടുണ്ടാക്കാം. അങ്കമാലി മാങ്ങാക്കറിൻ്റെ അപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ഒരു പിടി, 1.5 സബോള, തുണ്ടി ഇഞ്ചി, 2-3 പച്ചമുളക്, പിന്നെ വിനാഗിരി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇതാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ ഇട്ടുന്നത്. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് ഞെരട്ടി കൊടുക്കണം. നല്ല മതി. ആ സബോളയുടെ നീരും എല്ലാം കൂടി യോജിക്കണം കേട്ടോ. പിന്നെ നമ്മൾ വിനാഗിരിയും ഉപ്പും വെളിച്ചെണ്ണയും പച്ചവെളിച്ചെണ്ണയും ഒക്കെ കൂടി നന്നായി യോജിച്ച് നല്ല കുഴച്ച് കൊടുക്കണം കേട്ടോ. നല്ല തിരുമ്പി കൊടുക്കണം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാം. അതുകൂടി ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഞെരടണം. നല്ല എന്താ വെച്ചാൽ ഈ മാങ്ങാക്കറിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടുള്ള ഈ ഒരു ഞെരടൽ തന്നെയാണ്. പിന്നെ ഒരു 2.25 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ മാങ്ങാക്കറി പിറ്റേ ദിവസിക്കാണ് കൂടുതൽ ടേസ്റ്റ് അത്ര. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെച്ച് കേട്ടോ. ഇത് നല്ല മാതിരി മാങ്ങയൊക്കെ ഞെരട്ടി നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാല ഒക്കെ കലക്കി സെറ്റാക്കി വെച്ചിട്ടാ. പക്ഷേ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്ക് ഈ ഒരു കറി നല്ലതാട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങക്കറി കേട്ടോ. അങ്ങനെ ഒരു നാളികേരത്തിൻ്റെ പാലാണ് എടുക്കുന്നത്. ഒരു ഫുൾ നാളികേരത്തിൻ്റെ പാലെടുത്തു. 2-ാം പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റി കുറുകി വരുന്നതോട് കൂടിയിട്ട് 1-ാം പാൽ ഒഴിക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ബാക്കി എൻ്റെ കയ്യിലില്ല, വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇത് തിളച്ച് കുറുകി വരുന്നതോട് കൂടിയിട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ കുതിർന്ന് സെറ്റായപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. ഇത് പനിയൊക്കെ ഇങ്ങനെ കുനുകുനേന്ന് കണ്ട ഇങ്ങനെ നാളികേരം, അതായത് കൊട്ടത്തേക്ക കേട്ടോ. കൊട്ടത്തേക്ക ഇങ്ങനെ കുനുകുന്നായിരിക്കുന്നു കേട്ടോ. ഇത് നെയ്യിലാട്ടോ വറുത്തെടുക്കുന്നത്. നമ്മൾ കുറച്ച് ഇളയ ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഉണ്ണിയപ്പം പാത്രം ആകെ ഒരു അലമ്പായിട്ടിരിക്കുന്നു. ഞാൻ ഇത് കഴുകിയെടുക്കാന്ന് നല്ല ടാസ്ക്കാണ്. ഞാൻ കുറച്ച് കഴുകിയപ്പോൾ എന്നിട്ടൊന്ന് ഞാൻ കഴുകിയതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയൊരു ഇപ്പോൾ ഇതിനൊരു 3-4 മണിക്കൂറായി ഞാൻ കുഴച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മുടെ റവയൊക്കെ ശരിക്കും കുതിർന്നതിന് ശേഷം ഞാൻ ശർക്കര വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒന്നുകൊണ്ട് റവയൊക്കെ സെറ്റായി കുതിർന്ന് സെറ്റായിട്ടുണ്ട്. ശർക്കര കൂടിയിട്ട് നമുക്ക് ഈ തേങ്ങ കുത്തുകൊണ്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ടൈറ്റ് ഡപ്പില്ലേ, നല്ല എയർ ഇറക്കാത്ത ഡപ്പ, അതിലേക്ക് വെച്ചിട്ട് എത്ര ദിവസം ഫ്രിഡ്ജിലേക്ക് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യട്ടെ. ചൂടാകുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി കുറേ വയ്ക്കില്ല. ഇങ്ങനെ 2 ദിവസം നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് തീർന്ന് തിന്നാൻ തോന്നും. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കും. അങ്ങനെ കഴിഞ്ഞാൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് പഴം ഒരു കൊല പഴുത്തപ്പോൾ അങ്ങനെ എന്നിട്ട് പഴമെടുത്ത് ഉണ്ടാക്കിയത് മാത്രം. ചിലർക്ക് ഇഷ്ടമില്ല ഞാൻ നാളികേരം കുത്തൊന്നും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പത്തിൽ നാളികേരം കുത്ത്. പിന്നെ എള്ളിടും. ഞാൻ എള്ളൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ വെറും നാളികേരം കുത്ത് മാത്രം നെയ്യിൽ വെച്ചിട്ട്. അരിപ്പൊടി ഇല്ലാത്തതാണ് ഞാൻ അതിലേക്ക് ഇത് നമ്മുടെ അവര് കുതിർത്തി അരച്ചത്. എന്താവോ എന്തോ എന്നറിയില്ല. നോക്കിയോക്കാം, പരീക്ഷണങ്ങളാണല്ലോ. നമ്മുടെ നാളികേര കൊട്ടത്തേങ്ങ പെട്ടെന്ന് സെറ്റാവും. സെറ്റ് കിട്ടാം. തീ ഓഫ് ചെയ്യുക. മാങ്ങക്കറി സൂപ്പറാണ്. അങ്കമാലി മാങ്ങക്കറി അല്ലേ? അത് നമ്മുടെ മാവിന്റെ മാങ്ങയ്ക്ക് വേറെ ടേസ്റ്റാണ്. ഇവിടെ മേടിക്കണേന് ഇത്ര മാങ്ങക്കറി മാങ്ങ ചെറുപ്പയർ കൂടി ഇങ്ങനെ കുഴക്കുക. മണം അത് തന്നെയാ. ചിക്കൻ മാത്രം നമ്മ കുറച്ചേരായി ഇവർക്ക് കൊടുക്കണോ?
ഞാൻ കുറച്ച് നേരത്തെ പുട്ട് കഴിച്ചില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമൊക്കെ നമ്മൾ ഉണ്ടാക്കാണ്ടിരുന്നിട്ടുള്ള ഒരു കളറാട്ടോ, വേറെ ഒന്നുമല്ല. ഒരു 22 വർഷം പഴക്കമുണ്ട് ഈ ഉണ്ണിയപ്പ പാത്രത്തിന്. അതിൻ്റെ ഉണ്ടാക്കാണ്ട് അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു കളറിൻ്റെ ഒരു ഇതുണ്ട്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല പെട്ടെന്ന്. ശരിക്കും ഉണ്ണിയപ്പം 1-2 പ്രാവശ്യം ഉണ്ടാക്കിയാൽ കേട്ടോ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരല്ലോ. 3ാമത്തെ ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും വിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്നല്ല, ഞങ്ങൾക്ക് ആദ്യത്തെ ട്രിപ്പ് തന്നെ നല്ല മാതിരി വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവ് കഴിക്കുമ്പോഴേക്കും ശരിക്കും ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് വിട്ട് കറക്റ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മധുരമൊക്കെ കറക്റ്റായിരുന്നു. മധുരം കൂടി കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് വരില്ല, അത് ശ്രദ്ധിക്കണം. മധുരം ഒരുപാട് നമ്മൾ ഉണ്ണിയപ്പത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് ഉണ്ണിയപ്പം വേറിടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ മധുരം കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഏകദേശം ഞാൻ കുറേശ്ശേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ഉണ്ടാക്കി ഇവിടെ ആരും അങ്ങനെ കുറേ പിറ്റേ ദിവസത്തേക്ക് ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ചൂട് കൊടുക്കണം തിന്നാനും ഇഷ്ടം കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കിയപ്പോൾ ഏകദേശം കുറേശ്ശെ ഉണ്ടാക്കി കഴിഞ്ഞാനായിട്ട് അടുക്കളയിൽ ഉണ്ണിയപ്പം ഇനി ഒരു 5-6 കൂടിയിട്ട് കുഞ്ഞ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, മാവ് അപ്പുറത്തിരിക്കുന്നുണ്ടാക്കാം. ആവശ്യം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തരാം. അപ്പോൾ ഞാൻ മാവൊക്കെ അവിടെ തന്നെ മൂടി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല. ഇനി എനിക്ക് കുളുക്കനാണോ? കുളുക്കിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ഉറങ്ങി വെച്ചിട്ട് ഫുഡ് കഴിഞ്ഞ്